സാമൂഹ്യ പ്രവർത്തനത്തിലുള്ളവർ, സേവന പ്രവർത്തനത്തിലുള്ളവർ, രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾ എല്ലാവരും കാവൽ പട്ടികളാണ്. ഒരു സംശയവുമില്ല. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഈ മണ്ണിന്റെ ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള കാവൽ പട്ടികളാണ്. ഒരു സംശയവുമില്ല. കള്ളൻ മോഷ്ടിക്കുമ്പോൾ ഈ പട്ടി കുറച്ചില്ല എന്ന് വെച്ചാൽ കള്ളനെ കൂട്ടാണ് ഈ പട്ടി. ഇതൊക്കെ സാമാന്യ ബുദ്ധിയാണ്. നമ്മൾ വിദ്യാഭ്യാസമുണ്ട്, ആ കസേരയുടെ ഇടതുഭാഗത്ത് നിൽക്കും, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിപ്പോയാൽ മതിയില്ലേ എന്നുള്ള വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ പ്രശ്നം. എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പറ, നല്ലേപ്പിള്ളി, വടകരപ്പതി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ തത്തമല മുനിസിപ്പാലിറ്റി, ഈ 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഏത് കാലത്തും തമിഴ്നാടിന്റെ ഭാഗമോ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമോ ഇരുന്ന ഭൂപ്രദേശം അല്ല. നെല്ലിയാമ്പതിയും പറമ്പിക്കുളമും കൊച്ചിയാണ്, നെന്മാറ കൊച്ചിയാണ്. 1955 കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കൃത്യമായി പട്ടംതാണിയുള്ള സർക്കാരിലെ ഈ കരാർ ഒപ്പുവെക്കാൻ വേണ്ടി 2 തവണ അയച്ചു. 2 തവണയും പട്ടംതാണിയുള്ള സർക്കാർ തിരിച്ചയച്ചു. ഇത് നീതിക്ക് നിരക്കാത്ത ഒരു കരാറാണ് എന്ന്. പക്ഷേ 1956 നവംബർ 1 ശേഷം കേരളം രൂപീകരിച്ചതിന് ശേഷം 2ാമത്തെ മാസം തന്നെ കരാർ ഒപ്പുവെച്ചു. കൃത്യമായി പറയുകയാണെങ്കിൽ ലോക ജല നിയമങ്ങൾ, ഹെൽസിൻസ്കി റൂൾ 1950 തൊട്ട് ഏത് നിയമവും ഇവിടെ അപ്ലിക്കബിൾ അല്ല. അങ്ങനെ ഉള്ള കാലഹരണപ്പെട്ട, ഒരിക്കലും അസാധുവായ, അതായത് ഇതൊരു കരാറേ അല്ല, കരാർ പുതുക്കാനില്ല, അത്രയ്ക്കുള്ള ഒരു കരാറാണിത്. പക്ഷെ കരാറുണ്ട്, കോമാ സ്റ്റേജിലുള്ള ആൾ പോലെയാണ്. ജലം എന്ന് വെച്ചാൽ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ജലം ജീവനാണ്, നെവർ, ജലം പണമാണ്. 1992 റിയോ ഡി ജനീറയിൽ നടന്ന എർത്ത് സമിറ്റിലാണ് ജലം പ്രകൃതി വിഭവം അല്ല, അതൊരു കമേഴ്ഷ്യൽ വിഭവമാണ്. ഒരു TMC വെള്ളം എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് അറിയില്ല. ഒരു TMC വെള്ളം എന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് വിൽക്കുന്ന കുപ്പിയിൽ അടച്ച് വിറ്റാൽ 56 കോടി രൂപയ്ക്ക് വിൽക്കാം ഒരു TMC വെള്ളം. അപ്പൊ 7.25 TMC എന്നുള്ളത് എരുത്തേമ്പതി, കൊഴിഞ്ഞാമറ, വടകരപ്പതി, നല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ തത്തമല മുനിസിപ്പാലിറ്റിക്ക് മാത്രമുള്ളതാണ്. അതാണ് കരാർ. പൊൽപ്പുള്ളി, പെരുവമ്പേനുള്ള പഴയ തമിഴ്നാട്, പാലക്കാട് തമിഴ്നാടാണ്, ആലത്തൂർ തമിഴ്നാടാണ്, മദ്രാസ് സ്റ്റേറ്റ് ആണ്, കൊല്ലങ്കോട് തമിഴ്നാടാണ്, മലപ്പുറം തമിഴ്നാടാണ്. ബഹുമാനപ്പെട്ട സഖാവി AKG അദ്ദേഹം ഒരു നിയമസഭ മാർച്ച് നടത്തി മലപ്പുറത്ത് നിന്നും. തിരുവനന്തപുരത്ത് നിയമസഭയ്ക്കല്ല, മദ്രാസ്, ചെന്നൈ നിയമസഭയിലേക്കാണ്. അപ്പൊ ഈ കരാറ് ചെയ്തത് ഈ 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിക്കുമാണ്. 7.25 TMC. പൊൽപ്പുള്ളി, പെരുവമ്പേനുള്ള ഗ്രാമപഞ്ചായത്തുകാർ കോടതിയിൽ ഒരു കേസിന് പോയി. തമിഴ് സംസാരിക്കുന്നത് കൊണ്ട് കൊഴിഞ്ഞാമറ, എരുത്തേമ്പതി, വടകരപ്പതിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ചേർന്ന ഭാഗമാണ്, അവർക്ക് ഇത് അവകാശമില്ല, ഞങ്ങൾ കേരളീയരാണ്, ഞങ്ങൾക്കാണ് അവകാശം എന്നുള്ള ഹൈക്കോടതിയിൽ കേസിന് പോയി. കേസ് തള്ളി എന്ന് മാത്രമല്ല, ഈ 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി പോകെ അവർ കൊടുത്തതിന് ശേഷമേ വെള്ളം തരുള്ളൂ. അതല്ലാതെ ഒരേ ഒരു റിഡക്ഷൻ ഉണ്ട്, മീൻകര വഴിക്ക് മുതലമട ഗ്രാമപഞ്ചായത്തിന് കുടിവെള്ളത്തിന് മാത്രം. കാരണം റൈപ്പേരിയൻ റൈറ്റ് എന്തൊക്കെയോ ലോക ജല നിയമങ്ങളൊക്കെ പറയും. എന്ന് വെച്ചാൽ മുതലമട ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് ഡാം എന്ന് പറയുന്ന 3 ഡാമുകൾ, പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം, അവർക്ക് വെള്ളമില്ല പറഞ്ഞാൽ അതെന്തൊരു നീതി നിഷേധമാണ്. പിന്നെന്ത് ലോക ജല നിയമങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്? അപ്പൊ ഈ കരാർ എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അടുത്തത് കൃത്യമായി പറയുകയാണെങ്കിൽ 1982 തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ MG രാമചന്ദ്രൻ അവരുടെ കാവേരി നദീജല കർഷക സംഘടന ഒരു റിറ്റ് കൊടുത്തു സുപ്രീം കോടതി. അക്യൂസ്റ്റുകൾ 2 സ്റ്റേറ്റ് ആണ്, തമിഴ്നാടും കർണാടകവും. കാവേരി ജലം ഞങ്ങൾക്കില്ല പറഞ്ഞിട്ടുള്ളത്. ലോക ജല നിയമങ്ങളെല്ലാം വായിക്കുന്നതിന് മുമ്പ് കാവേരി നദീജല തർക്കം ചരിത്രപരമായ ജഡ്ജ്മെന്റ് നമ്മൾ വായിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറയുന്ന വിഷയങ്ങളെല്ലാം RTI കൊടുത്താൽ കേരള സംസ്ഥാന സർക്കാർ, RTI ആക്ടിവിസ്റ്റുകൾക്ക് അറിയാം, ഇതിനുള്ള ഉത്തരങ്ങളൊന്നും തരാറില്ല. 2 ഭാഷ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് പരമോന്നതയെ വെല്ലുവിളിക്കുന്നത് കൊണ്ട് ഉത്തരം തരാൻ സാധ്യമല്ല പറയും. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാം വസ്തുതാപരമായ ഡേറ്റ സഹിതം സുപ്രീം കോടതി വിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റ് സഹിതമാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ എല്ലാം കൈക്കെടുക്കാം. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, എല്ലാം നെറ്റിലുണ്ട്, എല്ലാ വെബ്സൈറ്റിലുണ്ട്, സകലതുണ്ട്. സുപ്രീം കോടതി വിധി 2400 പേജിൽ ഒരു 20 പേജ് നമുക്കുള്ളതാണ്. സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ ഭാഷാ പ്രശ്നമാകും തമിഴിനും കന്നഡനും. കർണാടക കാവേരി പ്രശ്നം പറഞ്ഞത് ചെയ്തതല്ല. സുപ്രീം കോടതി വിധി വന്നു, MGR പറഞ്ഞു ഞങ്ങളുടെ കർഷകർ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ കക്ഷി ചേരാൻ പറഞ്ഞ് സംസ്ഥാന സർക്കാർ കേസ് ഏറ്റെടുത്തി. 36 വർഷം കേസ് നടന്നു. 2018 ഫെബ്രുവരി 24 ചരിത്രപരമായ ജഡ്ജ്മെന്റ് വന്നു. എങ്ങനെയാണ്? കർണാടകത്തിന് 242 TMC വെള്ളം, തമിഴ്നാടിന് 196 TMC വെള്ളം, നമ്മുടെ കേരളവും പങ്കാളിയാണ് അതിൽ 30 TMC വെള്ളം. കാവേരിയിൽ നമുക്കും 30 TMC വെള്ളമുണ്ട്. ഇതല്ലാതെ പുതുശ്ശേരി എന്ന് പറയുന്ന പോണ്ടിച്ചേരിക്ക് 7 TMC വെള്ളം. ഇതല്ലാതെ ഒരാൾക്ക് 4 പേരാണ് പങ്കാളികൾ.
ഇതല്ലാതെ ഒരാൾക്ക് സുപ്രീം കോടതി 14 TMC കൊടുത്തിട്ടുണ്ട്. ആർക്കായിരിക്കും? കാവേരി എന്നുള്ള പുഴയ്ക്ക് എല്ലാവരും അളന്ന് തിട്ടപ്പെടുത്തി എടുത്താൽ പുഴയ്ക്ക് എന്ത് ചെയ്യും? വെള്ളത്തിന് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളി. പറമ്പിക്കുളം ആളിയാർ പ്രോജക്ട്സ് 30 TMC തമിഴ്നാടിനാണ്, 12.25 TMC തമിഴ്നാട് ഇരുന്ന് കേരള ഷോളയാർ വഴി ചാലക്കുടി പുഴയ്ക്കാണ്, ബാക്കി 7.25 TMC ചിറ്റൂർ പുഴയിൽ നമുക്കാണ്. അപ്പോൾ പുഴയ്ക്ക് എവിടെ വെള്ളം? ഓക്കെ, പുഴ എന്നുള്ളത് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥ കേരളീയർ. കാരണം ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന പുരോഗമനവാദികളുള്ള കേരളത്തിൽ ഭാഷവംശീയതയുണ്ട്. ഭാഷാപ്രാന്തും ഫാസിസമാണ്. കാരണം ഈ വിഷയം ഭാഷ ബന്ധപ്പെട്ടത് മാത്രമാണ്. തമിഴ് മലയാളി എന്നുള്ള വികാരം ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും മാറിപ്പോകും. പുഴ എന്നുള്ളതും ഭാരതത്തിന്റെ പേരിലുള്ള ഏക പുഴയായ ഭാരതപ്പുഴ വെള്ളമൊഴിയാൽ മാത്രമാണ് പുഴ. കവിത എഴുതാനുള്ളത് മാത്രമല്ല പുഴ. നിള എന്ന് പേര് വെച്ച് വള്ളുവനാടൻ അവിടെയുള്ള പല സാഹിത്യകാരന്മാർ കവിത എഴുതിയത് കൊണ്ട് മാത്രം പുഴയാകില്ല. പിന്നെ ഇവിടെ ഇൻഡസ്ട്രി തൊട്ട് സകല വിഷയങ്ങൾക്കും പുഴയിൽ വെള്ളം ഒഴുകിയ സകല പ്രശ്നങ്ങളും തീർന്നു. അത്രയേ ഉള്ളൂ, മാലിന്യം ഉണ്ടാകില്ല. അപ്പൊ പുഴയിൽ വെള്ളം ഒഴുകാൻ മഴവെള്ളം പോകാനുള്ളത് മാത്രമല്ല പുഴവെള്ളം. ഇതൊക്കെ സാമാന്യ ബുദ്ധിയാണ്. പല വിഷയങ്ങളും ഇനി വരുന്നത് ഇതിനേക്കാളും ത്രെട്ടാണ്. എൽനിനോ ലാനിന കാലാവസ്ഥ മാറ്റങ്ങളാണ്. ഇവിടെയുള്ള രാഷ്ട്രീയമോ അധികാരമോ പണമോ കൊണ്ട് ആരും പ്രകൃതിയിൽ ഇതിങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധിക്കാൻ സാധ്യമല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയാണ്. ഇനിയിപ്പോ വെള്ളമില്ലാതെ ചത്തു, ഉഷ്ണതരംഗം, ഇപ്പോ ദുരിതപ്പെയ്ത്ത്, ഇനി ഡിസംബറിൽ തന്നെ വെയിൽ കൂടും. അടുത്ത വർഷം ഇപ്പൊ അടിച്ചതിനേക്കാളും 3 ഇരട്ടി വെയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന സ്ഥലം പാലക്കാടാണ്. പാലക്കാടൻ ചുരം. എങ്ങനെ? എല്ലാ സ്ഥലത്തും ഒരേ സൂര്യനല്ലേ? ഭാരതപ്പുഴയാണ് കാരണം കഴിഞ്ഞ 30 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഹൈലി ഓവർ എക്സ്പ്ലോയിറ്റഡ് റെഡ് ബെൽറ്റ് ആണ് പാലക്കാട് ജില്ലയിലുള്ള 7 താലൂക്കിൽ 5 താലൂക്ക്. ചിറ്റൂർ, ആലത്തൂർ, മണ്ണാർക്കാട്, ഇങ്ങനെയുള്ള 7 താലൂക്കിൽ 5 താലൂക്കും ഗ്രൗണ്ട് വാട്ടർ ഇല്ല, പൊള്ളയാണ്. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്തില്ലെങ്കിൽ പൊടോൺ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയതാണ് പാലക്കാടൻ ചുരം. ഇപ്പോഴും വിദ്യാഭ്യാസ കേരളീനെ പാലക്കാടൻ ചുരം പറഞ്ഞാൽ എന്തിനറിയില്ല. താമരശ്ശേരി ചുരം പോലെ റോഡ് ഇറങ്ങുന്നതാണ് പറയും. പലരും വാളയാറിനടുത്തുള്ള കവാടമാണോ ചോദിക്കും. കേരളത്തിലുള്ള ഏറ്റവും വലിയ ജില്ലകളിൽ 2ാം സ്ഥാനമായ പാലക്കാട് ജില്ലയുടെ 95% ഭൂപ്രദേശം ചുരത്തിന്റെ ഉള്ളിലാണ്. ഫോർമേഷൻ ഓഫ് പാൽഘാട്ട് ഗ്യാപ്പ് തന്നെ വലിയൊരു ദുരന്തത്തിലാണ്, ആൾറെഡി വീക്കർ ഏരിയയിലാണ്. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാൻ എന്ത് ചെയ്യണം? നെൽകർഷകരോട് ചോദിച്ചാൽ കൃത്യമായി പറയും, 1 കിലോ നെല്ലുണ്ടാക്കാൻ 8000 ലിറ്റർ വെള്ളം വേണം എന്ന് വെച്ചാൽ 1 കിലോ ചന്ദനം മുട്ടിയില്ലേ, സാൻഡൽവുഡ്, അത് ഓയിലാക്കാൻ 12000 ലിറ്റർ വെള്ളം വേണം. കൊക്കക്കോള, പെപ്സി വിടാം. അതല്ലാതെ 27 ചന്ദന കമ്പനികൾ പാലക്കാട് ജില്ലക്കുള്ളിലുള്ള ഈ 3 താലൂക്കിൽ ലൈസൻസോട് കൂടി 20 കൊല്ലം റൺ ചെയ്തു. ഓരോ കമ്പനിക്കുള്ളിലും 5ഉം 6ഉം ബോറുണ്ടായിരുന്നു. 30 കൊല്ലം കൊണ്ട് നമ്മൾ നശിപ്പിച്ചു വെച്ചു. ഇപ്പോഴും ഭാരതപ്പുഴയ്ക്ക് ഇനിയുള്ള ത്രെട്ട് നിയമങ്ങൾ എന്തുമാകാം, നടപ്പിലാക്കണ്ടേ? ഇപ്പൊ എന്റെ കയ്യിലുള്ള പല ഡേറ്റയും രാവിലെ സംസാരിച്ച ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി അവർ കൊടുത്തതാണ്, അങ്ങേര് MLA ആകുന്നതിന് മുമ്പ്. കാരണം ഈ വിഷയം എപ്പോഴും തീരാൻ പാടില്ല. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം, അതാണ് ഇവിടുത്തെ കച്ചവടം. കൃത്യമായി പറയുകയാണെങ്കിൽ പെട്ടിക്കടക്കാരന് യൂണിയൻ ഉണ്ട്, വഴിയോര കച്ചവടക്കാരന് യൂണിയൻ ഉണ്ട്, അസംഘടിത തൊഴിലാളിക്ക് യൂണിയൻ ഉണ്ട്, കർഷകന് യൂണിയൻ ഇല്ല, ചേരില്ല. 1920 ഇംഗ്ലീഷുകാരൻ പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. വാർഡ് എന്നുള്ള കർണൽ വില്യം ലോഗൻ, ബാലത്ത്, ഇവരുടെ പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിക്കും, നെറ്റിൽ തന്നെ കിട്ടും. എരുത്തേമ്പതി പഞ്ചായത്തിലെ RVP പുതൂർ, കൊഴിഞ്ഞാമ്പറ, കുലുക്കപ്പാറ, നെല്ലേപ്പിള്ളി, ചിറ്റൂരിലെ തെക്കേ ഗ്രാമം, ചിറ്റൂർ, തത്തമംഗലം, പട്ടഞ്ചേരി, ഈ ഭൂപ്രദേശം മാത്രമേ മനുഷ്യരുണ്ടായിരുന്നുള്ളൂ. പോപ്പുലേഷൻ 3800. നെൽകൃഷി ഉണ്ടായിരുന്നു. പാലക്കാട് ചുരം പറഞ്ഞാൽ സ്വാഭാവിക തേക്കിൻകാടാണ്. സ്വാഭാവിക തേക്കിൻകാട്. ഇവിടെ ചെത്തുണ്ടായിരുന്നു. ഇവിടുള്ള മണ്ണിന്റെ മക്കളായ ഈഴവർ കമ്മ്യൂണിറ്റിക്ക് ചെത്ത് കുലത്തൊഴിൽ പറയും. അല്ല, ദൈവികമായ നെയ്ത്തായിരുന്നു. ഇവിടെ തെങ്ങ ഉണ്ടായിരുന്നില്ല, പനയുണ്ടായിരുന്നു, പനഞ്ചെത്തായിരുന്നു, കരുപ്പട്ടിയായിരുന്നു. അപ്പോ സിസ്റ്റം വെച്ച് കൃഷി നടന്നു. കിട്ടുപിള്ളൈ സിസ്റ്റം, രഘുനാഥ കൗണ്ടർ സിസ്റ്റം, നഞ്ചമ്മാൾ സിസ്റ്റം, കൃഷ്ണ അയ്യർ സിസ്റ്റം, ഇങ്ങനെ 10 സിസ്റ്റം ഉണ്ടായിരുന്നു ഈ കൊച്ചിയിൽ. കൊച്ചി പറഞ്ഞ വലിയ മുന്നേറ്റമുള്ള സ്ഥലമായിരുന്നു. 3 ബോഗൻ നെല്ല് വിളഞ്ഞു. പറമ്പിക്കുളം ഡാം കെട്ടി 7.25 TMC ആക്കി. 90 TMC ഒഴുകിക്കൊണ്ടിരുന്ന ഭാരതപ്പുഴയിൽ പറമ്പിക്കുളം ഡാം കെട്ടിയപ്പോൾ 7.25 TMC ആയി. അങ്ങനെ ക്രമേണ 30 വർഷം കൊണ്ട് വരൾച്ചാ പ്രദേശമായി, മഴനിഴൽ പ്രദേശമായി. അത് പിന്നോക്ക വിഭാഗമല്ലേ കിഴക്കൻ പ്രദേശം, അങ്ങനെ ആക്കി. പക്ഷെ ഇതൊന്നും വിഷയമില്ല. കരാറ് പുതുക്കണ്ട, അതിനുള്ള നട്ടെല്ലോ ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ 2017 ഒക്ടോബർ മാസം കളക്ടറേറ്റ് മിനിറ്റ്സിൽ
പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതോ അല്ല പത്രസമ്മേളനമോ കവലപ്രസംഗമോ അല്ല. വികസന സമിതി മിനിറ്റ്സിൽ പറഞ്ഞതാണ്. ഒരു ജലവർഷത്തിൽ 6 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം തമിഴ്നാടിന് വിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. വിജിലൻസിൽ കേസ് കൊടുത്തു. ഭരണപക്ഷ MLA ഭരണപക്ഷ മന്ത്രിയാണ്. 7 വർഷമായി. അദ്ദേഹം റിട്ടയർഡായി. ഇപ്പോൾ 2.25 ലക്ഷം രൂപ ശമ്പളത്തിൽ ബഹുമാനപ്പെട്ട കൃഷിക്കുട്ടി മന്ത്രിയുടെ അവരുടെ KSSIDCയിൽ തന്നെ പുതിയ ജോലി കൊടുത്തിട്ടുണ്ട്, പുതിയ വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വലത് കനാലിനുള്ള ഒരു പുതിയ കനാൽ വെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ പറമ്പിക്കുളം ആളിയാർ കരാറിനുള്ള ത്രെട്ട് മാത്രം സംസാരിച്ച് തീർക്കാം. കാരണം പഴങ്കഥകൾ ഒന്നും സംസാരിക്കുന്നില്ല. ഇത് ഇവിടെ 55-ന് മുമ്പ് ഇത് കരാർ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയും മണ്ണിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും. സാക്ഷാൽ KA ശിവരാമ ഭാരതി, സ്വാതന്ത്ര്യ സമര സേനാനി. ഒരിക്കലും ഇതിൽ ഒപ്പുവെക്കാൻ പാടില്ല എന്ന് ചിറ്റൂരിന്റെ MLA 2 തവണ തിരിച്ചയച്ച ഒരു ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം. പക്ഷെ 56-ന് ശേഷം ഒരു 2 പീരീഡ് അദ്ദേഹം MLA ആയിരുന്നില്ല. ഒപ്പുവെച്ചു. അദ്ദേഹം 1989 ഓഗസ്റ്റ് 10 മരിക്കുന്നത് വരെ ഈ കരാർ തെറ്റാണ്, പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് കൊച്ചീശ്വരൻ അവരുടെ കൂടെ സഞ്ചരിച്ചത് കൊണ്ട് ഇത് പഠിച്ചെടുത്തു എന്ന് തന്നെ പറയണം. ഇത് പലരോടും ചോദിച്ചാൽ പറമ്പിക്കുളം ആളിയാർ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അതൊന്നും പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നുമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അത്രയ്ക്കും പറയാൻ കഴിയാത്തത് എൻ്റെ കഴിവുകേടാണ്. ഒന്നും വിത്തയൊന്നുമല്ല കരാർ എന്നുള്ളത്. ജസ്റ്റ് ഇപ്പോ ഈ 6 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിക്ക് മാത്രമുള്ള കരാർ ഇപ്പോഴും ഇന്നും ഇന്നലെയും ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവർ കർഷകരോടെല്ലാം പറയാറുണ്ട്, 40 ലക്ഷം രൂപ തരാം, നിങ്ങൾ കേസിന് മുഖ്യമർ. ആർക്കെതിരെ? സ്വന്തം സംസ്ഥാന സർക്കാരിനെതിരെ.